ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോളൂ. അപ്പൊ ഇന്ന് ഒരു ലെറ്റ്സ് ടോക്ക് ആണ്. ഞാൻ തമ്പനെയിലിൽ എഴുതിയിരിക്കുന്ന മാതിരി തന്നെ ജഡ്ജ്മെന്റൽ, അതാണ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്. എന്ന് വെച്ചാൽ ഇത് കുറേ ആയി ഞാൻ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും കുറേ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ ഓരോ കമന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് തൊട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് സൺഡേ ആണ്. സൺഡേ നമ്മുടെ സൂസന്റെ ഓഫാണ്. അപ്പോൾ എനിക്കിന്ന് ഓർഡേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. എന്താ വെച്ചാൽ സൂസൻ ഓഫിന് പോകുമല്ലോ. ഞാൻ ആദ്യം കമന്റ് കാണിച്ചു തരാം. ഇതുപോലെ എത്രയോ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ എന്താണ് പറയാ, മോശമായിട്ടുള്ള രീതിയിൽ എല്ലാം തന്നെ. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറയാം. സൗമിനി എം എന്ന് പറഞ്ഞിട്ടുള്ള അവര് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് നമ്മുടെ പോയ വീഡിയോന് ബിസി കിച്ചൺ എന്നുള്ളതിന് വിനി ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, ഒറ്റയ്ക്കാണോ ചെയ്യുന്നത് എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതിന്റെ താഴെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ടാഗും ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു കമന്റ് ആണ് വായിക്കാൻ പോകുന്നത്. സബിത സുമേഷ് എന്നാണ് പേര്. ഷീ ഡെഫിനറ്റ്ലി ഹാസ് ഹെൽപ്പ്. Didn't you see someone else holding the piping bag? But she never admits or shows any recognition. It's humanly impossible to prepare this much food by a single person. Hi Sabita, thank you so much for your comment and I'm going to clear you something. Okay? So first thing Sabita, സബിത എന്നല്ല, കുറേ സബിതമാർ. ഓക്കെ, എല്ലാവർക്കും കൂടിയിട്ടുള്ള മറുപടിയാണ്. നമ്മള് ഇവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് എന്നുള്ളത്, എൻ്റെ വീട്ടില് ലിവ് ഇൻ മെയ്ഡ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഹൗസ് ഹെൽപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പേരാണ് സൂസൻ. അവരൊരു ആഫ്രിക്കൻ ആണ്. ഓക്കെ, അവരോട് നമ്മൾ എന്ത് പറയുന്നു, മുറിക്കൂ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അവർക്ക് മുറിക്കാൻ അറിയാം. സൂസൻ അവിയൽ ഉണ്ടാക്കൂട്ടോ എന്ന് പറഞ്ഞാൽ അവര് ഉണ്ടാക്കുവോ? സൂസൻ തോരൻ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ തോരൻ ഉണ്ടാക്കുവോ? ഇല്ലല്ലോ. അതേമാതിരി തന്നെ എന്താണ്, സൂസൻ ഇങ്ങനെ കട്ട് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു ഒരു ട്രിപ്പ് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അതേപോലെ അവർ ഫോളോ ചെയ്യും. ഓക്കെ, പിന്നെ പാത്രം കഴുകലായാലും വീട് വൃത്തിയാക്കലായാലും എല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത്, എനിക്ക് ഓർഡർ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു എന്താണ് പറയാ, ഷീ നെവർ അഡ്മിറ്റ്സ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള രീതിയിൽ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇതില് എന്താണ് പറയാ, ഒളി മറവായിട്ടുള്ള രീതിയിൽ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊന്നും ആർക്കും ആരുടെ അടുത്തും കാണിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് പ്രശ്നമാണ്. അത് ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് വരുന്നത് എന്നുള്ളതാണ്. സബിത എന്റെ വീട്ടിന്റെ അടുത്തൊന്നുമല്ല ഇത്ര കണ്ട പോലെ സംസാരിക്കാൻ, അല്ലേ? അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ വീട്ടില്, ദുബായിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഇവിടെ ഒരു നിയമമുണ്ട്. നമ്മുടെ വീട്ടില് ഒരു ഹൗസ് ഹെൽപ്പ് നമ്മളിപ്പോ വെച്ചിട്ടുണ്ട്. ലിവ് ഇൻ ആയിട്ടാണ് അവർ വെക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 7 മണിക്ക് ശേഷം അവരെ നമ്മൾക്ക് ജോലിക്ക് ചെയ്യാൻ പാടില്ല. അവര് രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും 7 മണിയോട് കൂടിയിട്ട് അവരുടെ ജോലി കഴിയണം എന്നാണ്. ലിവ് ഇൻ ആയിട്ടുള്ള മെയ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർ 7 മണിക്ക് ശേഷം ഇല്ലെങ്കിൽ 8 മണിക്ക് ശേഷം അവർ വാതിൽ അടച്ച്, എന്റെ വീട്ടിൽ അങ്ങനെയാണ്. ഓക്കെ, ഇവിടെ 8 മണിക്ക് സൂസൻ വാതിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് ഞാൻ നേരത്തെ എണീക്കും. 5 മണിക്ക് സൂസൻ എണീച്ചിട്ട് പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കും. അരമണിക്കൂറിൽ സൂസൻ പോയി കിടക്കും. 7:30 മണിക്കാണ് സൂസൻ എണീക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ തന്നെയാണ് സൂസനോട് പറഞ്ഞത്, രാവിലെ നേരത്ത് ബഹളത്തിന്റെ ഇടയിൽ സൂസൻ എണീക്കേണ്ട, സമാധാനമായിട്ട് കിടന്നോളൂ, 7:30 മണിക്ക് എണീച്ചതിന് ശേഷം ബാക്കിയുള്ള പണികൾ ചെയ്യാമെന്ന്. ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് അവര് വന്നിട്ട് പറഞ്ഞു, ഇവിടെ അത്രയ്ക്ക് പണിയില്ലല്ലോ, രാവിലെ നിങ്ങളല്ലേ ചെയ്യുന്നത്, ഞാൻ പാർട്ട് ടൈം ആയിട്ട് വല്ലതും എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ലൈക്ക് പാർട്ട് ടൈം ആയിട്ടാണ് അവർക്ക് എടുക്കേണ്ടത്. അതേമാതിരി തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല ഏർണിംഗ് ആണ് കിട്ടണത് എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് അതിനെ പ്രശ്നമാക്കണത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, കുഴപ്പമില്ല, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു.
അപ്പം തന്നെ എൻ്റെ അടുത്ത് കണ്ണേട്ടൻ ഒരു വാർണിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എടുത്തു ചാടിയിട്ട് അവരുടെ അടുത്ത് പൊക്കോന്ന് പറഞ്ഞു, പക്ഷെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2 മണിക്കൂർ പൊക്കോട്ടെ എന്ന് ചോദിച്ചവര് ഇപ്പോൾ 8:30 പോയാൽ ഉച്ചയ്ക്ക് 1:30 വരുള്ളൂ. ഇതിൻ്റെ ഇടയിൽ എനിക്ക് രാവിലത്തെ ഓർഡേഴ്സ് ഉണ്ടാവും, ഉച്ചക്കലത്തെ ഓർഡേഴ്സ് ഉണ്ടാവും, 12 മണിയാകുമ്പോഴേക്കും എല്ലാം ഉണ്ടാക്കി കറക്റ്റായിട്ട് ആൾക്കാർ കൊണ്ടുപോകാനുണ്ടാവും. എല്ലാം ഉണ്ടാവില്ലേ? ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, 8:30 പോണേന് മുമ്പായിട്ട് ഒന്ന് മുറിച്ചു വെച്ചിട്ട് പോകും. അപ്പോൾ അവർക്ക് അറിയുന്ന സംഭവം മാത്രമേ അവർ മുറിച്ചു വെക്കുള്ളൂ. ഉള്ളി ആയാലും തക്കാളി ആയാലും ഇല്ലെങ്കിൽ പച്ചക്കറികൾ എന്തായാലും അവർക്ക് അറിയണ്ടെങ്കിൽ മാത്രം. ഫോർ എക്സാമ്പിൾ ക്യാബേജ് ആണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ബീൻസ് ആണെങ്കിൽ അപ്പോഴൊക്കെ അവരത് ചെയ്യാറുള്ളൂ. അതല്ലാത്ത പക്ഷം ഞാൻ തന്നെ ചെയ്യണം. ബിക്കോസ് ഞാനായിട്ട് തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പോവാമെന്ന്. അത് ഞാൻ മാറ്റി പറയാൻ നിന്നില്ല. ബിക്കോസ് എല്ലാവരും ജോലി എടുക്കുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ അടുത്തുനിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും 2 സ്ഥലത്ത് പോയിട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ വൈകുന്നേരം ആയാലും 7 മണിക്ക് ശേഷം 7:30 ശേഷം അവർ ജോലി ചെയ്യാറില്ല. അവർ 8 മണിക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ വരാറുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അവർ പുറത്തേക്ക് വരാറില്ല. പാത്രം കഴുകിയാലും എന്ത് ചെയ്താലും നമ്മൾ മുറിച്ചാലും നമ്മൾ ചെയ്താലും അവർ വരാറില്ല. നമ്മളിട്ട് പരാതി പറയാറുമില്ല. നമ്മളെന്നല്ല ഞാൻ, ഓക്കെ, പറയാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവര് ആ ടൈമിങ്ങിന് അവർ വർക്ക് ചെയ്തു, അവർ പോയി. പക്ഷെ 1:30 ശേഷമാണ് എനിക്ക് ജോലി ചെയ്യുന്നത് എന്നുള്ളത് സത്യാവസ്ഥ. അതൊന്നും ഞാൻ കാണിക്കാറില്ല. സോ ആ കൈ കണ്ടില്ലേ, ആ കൈ കണ്ട ആള് എൻ്റെ മകനായിക്കൂടെ? ആയിക്കൂടെ? ആവാലോ. അത് കിച്ചുവിൻ്റെ കൈയായിരുന്നു. അത് കിച്ചുവിൻ്റെ കൈയായിരുന്നു. എന്നുവെച്ചാൽ ആ സമയത്ത് അവരിവിടെ ഇല്ല. ബിക്കോസ് അവര് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു പാർട്ട് ടൈമിന്. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ ട്രൈപോഡ് ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ കിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യും. പണ്ട് മനുവായിരുന്നു, ഇപ്പോൾ കിച്ചു. പിന്നെ ഇങ്ങനെയുള്ള കമന്റിനൊക്കെ ഉത്തരം കൊടുക്കണോ എന്ന് ചോദിച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ട് ഒരു യൂട്യൂബിൽ ഇരിക്കുന്ന ഇല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഇരിക്കുന്ന ഒരാളെ എന്ത് വേണമെങ്കിലും പറയാ എന്നുള്ള ധാരണയാണ് ഇതുപോലുള്ള സബിതമാരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേ മതിയാവും. സത്യാവസ്ഥ ഇതാണ് സബിത. ഇപ്പൊ സബിത എന്തു പറയുന്നു? അഹങ്കാരി എന്ന് വിളിക്കുന്നോ? അതോ ഇനി എന്താണ്, എങ്ങനെയാണ് ജഡ്ജ്മെന്റ് ആവാൻ പോകുന്നത്? സോ പ്ലീസ്, ഒരു പാഷനോട് കൂടിയിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത്ര അധികം കഷ്ടപ്പാട്, ഇത്ര അധികം സംഭവം, ഇത്രയധികം ചെയ്യുന്നുണ്ടോ? ഹാർഡ് വർക്കിംഗ്, ഹൗ? നോക്കൂ, 43 വയസ്സായി. ഓക്കെ, 43 വയസ്സ്. അതില് 21 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ 2 കൊല്ലം വരയ്ക്കും, ആദ്യത്തെ 2 കൊല്ലം കല്യാണം കഴിഞ്ഞുകൊണ്ടേ 2 കൊല്ലം, അത് കഴിഞ്ഞ് ഇപ്പോൾ ഉള്ള 2 കൊല്ലം ഞാൻ അതുവരയ്ക്കും എൻ്റെ കുടുംബത്തിനും കണ്ണേട്ടനും എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് മാത്രമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എവിടെയൊക്കെ കണ്ണേട്ടന് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ അവിടെയൊക്കെ പോയൊരു വ്യക്തിയാണ്. ആ രാജ്യം എന്താണ് ഏതാണെന്ന് ഒന്നും ചോദിക്കാതെ എൻ്റെ ഈ 2 മക്കളെയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. ഇന്ന് 2 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി. എൻ്റെ മക്കളൊക്കെ ഒന്ന് സെറ്റിലായി എന്ന് തോന്നിയപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭവത്തിൽ ഇറങ്ങി. എനിക്കിഷ്ടമുള്ള എൻ്റെ പാഷനെ ഫോളോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. സോ ഇത്ര കാലവും ഞാൻ വീട്ടിൽ എനിക്ക് വേണ്ട പോലെ ഞാൻ എണീക്കുന്ന സമയം, ഞാൻ കിടക്കുന്ന സമയം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തില്ലേ. ഇനിയെങ്കിലും ഞാൻ കഷ്ടപ്പെടട്ടെ, ഇനിയെങ്കിലും 10 പൈസ ഉണ്ടാക്കാൻ ഞാൻ എന്താ വേണ്ട അധ്വാനിക്കേണ്ടതെന്ന് വെച്ചാൽ അധ്വാനിക്കട്ടെ. ഞാനൊരു കംഫർട്ട് സോണിൽ നിന്ന് 2 കൊല്ലം എടുത്തു എനിക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ. ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. 2 കൊല്ലത്തോളം അധ്വാനിച്ച് ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് അവിടെ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ക്ഷീണോ നമുക്ക് വയ്യായേ ഇതൊന്നും നോക്കില്ല. അത് ആരും പാഷനെ പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കുന്ന ആർക്കും അതൊരു ഫീലിംഗേ ഉണ്ടാവില്ല. ഇനി ഫോക്കസ് മാത്രം, ജോലി ചെയ്യുക,
എന്ന് മാത്രം. അതായിരിക്കും അവരുടെ ലക്ഷ്യം. അതേ തന്നെയാണ് എനിക്കും. മനസ്സിലായില്ലേ? ഞാൻ ഇത്ര കാലം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് കിടന്നുറങ്ങാം. എനിക്കായിട്ടുള്ള രീതിയിൽ ഞാൻ കുക്ക് ചെയ്യാൻ താല്പര്യമാണ്, ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ കംഫർട്ട് സോൺ. പക്ഷെ ഇപ്പോൾ ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പാചകം ചെയ്യുന്നുണ്ട്, ഞാൻ കേറ്ററിംഗ് ചെയ്യുന്നുണ്ട്, ഞാൻ അബുദാബിക്ക് പോകുന്നുണ്ട്, ഞാൻ ഈവൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ പോവല്ലേ നല്ലത്. അതിനു പകരം അയ്യേ ഇതൊന്നും നമുക്ക് നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇരിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. സോ ഡിയർ സബിത, വളരെ വളരെ സന്തോഷമുണ്ട് നിങ്ങൾ കമന്റ് ഇട്ടതിലൊക്കെ. പക്ഷെ നിങ്ങളെല്ലാം കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതും മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സോ അതൊന്നും ഇല്ലാതെ ഒരു എവിടെയോ നിങ്ങൾ എവിടെയോ ആണ്, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി പോലും ഞാൻ കണ്ടില്ല. ഒരു കമന്റ് ഇടാൻ ആർക്ക് കൊണ്ടും പറ്റും. ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എത്രയോ യൂട്യൂബിൽ വീഡിയോസ് ഇല്ലേ, നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവാലോ അല്ലേ? ഞാൻ ഇതേപോലെ തന്നെയാണ് അഡ്മയർ ചെയ്യുന്ന ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് സൗഭാഗ്യ വെങ്കടേഷ്. അവര് രാവിലെ എണീച്ച് വൈകുന്നേരം വരയ്ക്കും ചെയ്യുന്ന പണികൾ. അതിന്റെ താഴെയും കുറെ പേര് പോയി എഴുതിയിട്ടുണ്ട്, കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട്. എന്താവശ്യത്തിന്? അവര് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത് കണ്ടാൽ അറിയാം അത് കാട്ടിക്കൂട്ടലിന് വേണ്ടിയിട്ടല്ലാന്ന്. ദാറ്റ്സ് ഹർ റുട്ടീൻ ആൻഡ് ദ വേ ഷീ ടേക്സ് ഓസം, അമേസിങ്. എനിക്ക് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, വാവ്, ഇതാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാർ എന്താണ് പറയുക, ദേ ഡു തിങ്സ്. അങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെയാണ് എന്താണ് പറയുക, എൻ്റെ ഫീൽഡിൽ എനിക്കും ഇഷ്ടമുള്ളത് അങ്ങനെ തന്നെയാണ്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെഫ് എന്നുള്ള നിലയിൽ ഈ കേറ്ററിംഗ് എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ളത്. സി, ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും MBBS ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കൂലേ? അതിന് ശേഷമല്ലേ നിങ്ങൾ ആ ഡിഫറെന്റ് ബ്രാഞ്ചസിലേക്ക് പോകുന്നത്, സ്പെഷ്യലൈസേഷൻസ് ആയിട്ട് പോകുന്നത്. ചിലവർ പീഡിയാട്രീഷ്യൻ ആവും, ചിലവർ ഗൈനക്കോളജിസ്റ്റ് ആവും, ചിലവർ കാർഡിയാക് ആവും, കാർഡിയാക് സർജൻ ആവും, അല്ലേ? അതേപോലെ തന്നെയാണ് ഷെഫിന്റെ കാര്യത്തിലും. നിങ്ങൾ ഷെഫിന്റെ കാര്യം നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഒരു രീതിയിൽ നിങ്ങൾക്ക് അവിടെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാർജ് സ്കെയിൽ കുക്കിങ്ങിലേക്ക് തിരിയാം. ആ പാത്ത് ചൂസ് ചെയ്തതാണ് ഞാൻ. എനിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടെയോട് കൂടിയിട്ട് എൻ്റെ ലൈഫ് തീർക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഐ വോണ്ട് ടു ഡു ലാർജ് സ്കെയിൽ കുക്കിംഗ്. എനിക്ക് മാസ് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 3-4 പേർക്ക് ഉണ്ടാക്കാൻ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒരു 200-400 പേർക്ക് ഉണ്ടാക്കാൻ പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ എൻ്റെ ഫീൽഡ് ഞാൻ തിരഞ്ഞെടുത്തത് കേറ്ററിംഗ് ഫീൽഡാണ്. സോ ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെ പല പല ദിവസങ്ങളിലും സംഭവിക്കാറുണ്ട്. സോ ഞാൻ റീസെൻ്റായിട്ട് അതായത് നമുക്ക് ഒരുപാട് വലിയ ഓർഡർ ആയിരുന്നു. പക്ഷെ ഐ ഡിസൈഡഡ് രാവിലെ എണീച്ചാൽ എനിക്ക് സമയം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. സോ എല്ലാ ദിവസങ്ങളും മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഭക്ഷണം അടക്കം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. സോ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള രീതിയിൽ വരുന്ന സമയത്ത് ആ ഒരു ചെറിയ വിഷമം ഉണ്ടാവാറുണ്ട്. ബട്ട് നത്തിങ് ഈസ് ഗോയിങ് ടു എഫക്റ്റ്. ഓക്കെ, ആ കാര്യത്തിൽ സബിത നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. ബിക്കോസ് ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. സോ അങ്ങനെ തളരുമൊന്നുമില്ല. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. പക്ഷേ ആ ഒരു കമൻ്റ് അല്ലാതെ അതിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെ കമൻറ്റും വായിക്കാറുണ്ട്. ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഓക്കെ, അതല്ലാതെ നിങ്ങളുടെ കമൻസ് ഒന്നും കാണാതെ പോകുന്നതേ അല്ല. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത്. ഈ വീഡിയോ ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതപ്പം നിർബന്ധം കൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തരുന്നത്. അന്ന് ഞാൻ റാൻഡംലി എടുത്തൊരു സംഭവമാണ്. വലിയ ഓർഡറായിരുന്നു.
നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 9:36, അതായത് 23-ാം തീയതി രാത്രി 9:35 നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിൽ തുടങ്ങിയിട്ട് എല്ലാ സംഭവങ്ങളും, ഈ പറയുന്ന സംഭവങ്ങളും മുഴുവൻ ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ തന്നെ മുറിച്ച് എല്ലാം കറക്റ്റാക്കി വെച്ചു. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ സമയം നിങ്ങൾ കണ്ടോ, അത് 9:30, 9:26, 9:30 ആയിക്കഴിഞ്ഞു. സോ ആഫ്റ്റർ 8 o'clock അവർ പുറത്തേക്ക് വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത്ര നേരമായിട്ട് പോലും അവർ പുറത്തേക്ക് വരില്ല. അതാണ് ഇവിടുത്തെ നിയമം. ആൻഡ് അവരത് തന്നെ ഫോളോ ചെയ്യാറുള്ളൂ. 2:45 വെള്ളിയാഴ്ച, അടുത്ത ദിവസം 24-ാം തീയതി 2:45 ഓൾറെഡി ആയിക്കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മൾ എല്ലാ സംഭവങ്ങളും മുറിച്ച് റെഡിയാക്കി വെച്ചു. അടുത്ത ദിവസം വെള്ളിയാഴ്ച രാവിലെ നേരത്തെ തന്നെ എണീച്ച് പൂജ കഴിച്ചു. എപ്പോഴും എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച പൂജ ഞാൻ ചെയ്യാറുണ്ട് എന്നുള്ളത്. സോ വെള്ളിയാഴ്ച പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ പാചകം തുടങ്ങിയത്. അവർ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 8:30 തന്നെ അവർ പോയി. ഞാൻ രാവിലെ പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങിയത്. ഇനി ഈ കാണിക്കുന്ന വിഭവങ്ങൾ മുഴുവൻ അവരുണ്ടാക്കി വെച്ചതാണ്. അതെയോ? അല്ലല്ലോ. അതായത് നമ്മൾക്ക് വേണമെങ്കിൽ അവർ മുറിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ആ ശബ്ദം കേട്ടിട്ട് പോലും അവരൊരിക്കൽ പോലും വെളിയിൽ വന്ന് ചോദിച്ചില്ല മുറിച്ച് തരണോ. അവർ ചോദിക്കാറുമില്ല, ഞാനിട്ട് പ്രതീക്ഷിക്കാറുമില്ല. അപ്പോൾ പച്ചപ്പപ്പാളി നമ്മളുടെ മെഴുക്ക് വരട്ടിയായിരുന്നു. അതേമാതിരി തന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി, ബീൻസ് മെഴുക്ക് വരട്ടി, കായപ്പയ്ക്ക മെഴുക്ക് വരട്ടി, അതേമാതിരി തന്നെ പാലക്കാടൻ രീതിയിലുള്ള ഉണ്ണിത്തണ്ട് ഉപ്പേരി, അരി വറുത്ത് പൊടിച്ചത്. ഓക്കെ, ഇതൊക്കെ ആര് ചെയ്യാനാണ്? ഞാനല്ലാണ്ട്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ. അന്ന് വലിയൊരു ബൾക്ക് ഓർഡറായിരുന്നു. അത് മാത്രമല്ല ഒരുപാട് ലഞ്ചിന് ആൾക്കാരുണ്ടായിരുന്നു, വന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള ഇതുണ്ടായിരുന്നു. സോ എവ്രിതിങ് നമ്മൾ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അധ്വാനം ഉണ്ട്. ഇത്രയും ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഇതിനൊക്കെ പാത്രങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ കഴുകണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ള രീതിയിൽ എങ്ങനെ അതിനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ പാത്രങ്ങളിൽ സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങൾക്കും ഉണ്ടാവല്ലോ. ഇനി ചോദിക്കാം, എന്തിനാണ് ഇപ്പോൾ ഇത്രയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണത്? ആൾക്കാരെ വെച്ചൂടെ ഒക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട്? നോക്കൂ, അത്രയൊക്കെ ആയിട്ടില്ല. ആവണ സമയത്ത് നമ്മൾ വയ്ക്കുമായിരിക്കും. അങ്ങനെ കണക്കാക്കിയ പോരെ. സോ വൺസ് അഗെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് ലൈഫ്. നിങ്ങളും, എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളും എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള പാഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് അതിനെ ഒരുപാട് കാലം മനസ്സിൽ തന്നെ കൊണ്ട് ഇരുത്തിയിട്ട് വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്കതൊരു ആർട്ടാണ്, ഒരു ഡ്രോയിങ് ആണ്, നിങ്ങൾക്കൊരു പാചകമാണ്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ടുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് അത് 4 പേർക്കൊന്നുമില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ ആൻഡ് ദെൻ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരും. സ്വന്തമായി ഒരു 10 പൈസ ഉണ്ടാക്കുക എന്നുള്ളത്, എന്നിട്ട് അത് കിട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അഭിമാനം, അത് അക്കൗണ്ടിലായാലും ഒരാൾ കൊണ്ടുവന്ന് കയ്യിൽ തന്നാലും, വിനി ഫുഡ് സൂപ്പർ, ഇതാ വെച്ചോളൂ കേട്ടോ പൈസ എന്ന് പറയുന്ന സമയത്ത് ചെയ്തു ഗുഡ് എന്ന് തോന്നുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷം അനുഭവിച്ചാലേ അറിയുള്ളൂ. സോ കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്തേക്ക് വരാൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കണം, നിങ്ങളതൊന്ന് തീരുമാനിക്കണം. ഓക്കെ, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഇത്ര ടൈം എടുത്ത് ഇപ്പോഴാണ് ഒന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സോ ഐ എം ഡൂയിങ് മൈ ബെസ്റ്റ് ആൻഡ് ഐ എം സ്റ്റിൽ ഫോളോയിങ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒരുപാട് ഷെഫുകളുടെ താഴെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ സുഖമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്തേക്ക് എത്താൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ ഐ വിൽ നെവർ സേ ദാറ്റ് ഞാൻ ഷെഫാണ്, ഞാൻ എല്ലാം പഠിച്ചു. നോ, ഞാൻ ഇപ്പോഴും 4-5 ഹെഡ് ഷെഫുകളുടെ താഴെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
6-7 മണിക്കൂർ അവിടെ പോയാലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രാവിലെ 4:30 മുതൽ വൈകുന്നേരം 5:30 മണി വരയ്ക്കും ഇവിടെ വർക്ക് ചെയ്യും, ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എവറിത്തിങ് വിൽ നോട്ട് ഹാപ്പൻ ജസ്റ്റ് ബ്ലിങ്ക് ഓഫ് എൻ ഐ. ഓക്കെ, അതിനൊരുപാട് സമയമെടുക്കും. ജെന്യൂനായിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സക്സസ് വിൽ റിയലി ഫോളോ യു. വേർഡ് ഓഫ് മൗത്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ഞാൻ വിചാരിച്ചു പറഞ്ഞേക്കാം. എന്താ കാര്യം എന്ന് വെച്ചാൽ വെറുതെ എന്തിനാണ് തെറ്റിദ്ധാരണകൾ. ഞാൻ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.